ഹലോ, അപ്പോൾ ഇതാ നല്ലൊരു മട്ടൻ കുറുമ റെഡിയാക്കാം. അതിന് വേണ്ടി സവാള വഴറ്റുക. അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 2 പച്ചമുളകും ചേർത്ത് നന്നായി വഴറ്റി അതിലോട്ട് ഒരു തക്കാളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും ചേർത്ത് നന്നായി വഴറ്റിയ ശേഷം ഒന്ന് ചൂടാറാൻ വേണ്ടി വേറെ പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി നമുക്കൊരു കുക്കർ എടുത്ത് അല്പം വെളിച്ചെണ്ണ ചൂടാക്കി അതിലോട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിവ ചേർത്ത് നന്നായി റോസ്റ്റ് ചെയ്ത ശേഷം മസാലപ്പൊടികളായ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് വഴറ്റുക. മസാലപ്പൊടികൾ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച സവോള നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്ത് അത് ഈ കുക്കറിലോട്ട് ചേർക്കാം. അതിലല്പം വെള്ളം ചേർത്ത് അതും കൂടെ ചേർത്ത് നന്നായി തിളക്കണം. അതിലോട്ട് കറിവേപ്പിലയും മല്ലിയിലയും ചേർക്കുക. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ച മട്ടൻ അതിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ അതപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ഇനി അത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലോട്ട് തേങ്ങയും ഒരു 10-20 കാഷ്യൂനട്ട് കുതിർത്തതും ചേർത്ത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാം. നമ്മുടെ മട്ടനൊക്കെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിലോട്ട് ഈ അരപ്പ് ചേർത്താൽ നല്ല അടിപൊളിയാണ്, ടേസ്റ്റി, സിമ്പിളായിട്ടുള്ള മട്ടൻ കുറുമ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.